ശിവോഹം ആസ്ട്രോയുടെ പുതിയൊരു അറിവിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലോകത്തിൻ്റെ ഏത് കോണിലായാലും പ്രകൃതിയിലെ ജീവജാലങ്ങൾ നമ്മിലേക്ക് ചില സന്ദേശങ്ങൾ എത്തിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ വീടുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് പൂച്ചകൾ. പലപ്പോഴും ഇവ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽപ്പടിയിലോ ഉമ്മറത്തോ വന്ന് ശാന്തമായി കിടന്നുറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രപരമായും ജ്യോതിഷപരമായും ഇതിനു പിന്നിൽ വലിയ അർത്ഥങ്ങളുണ്ട്. വാതിൽപ്പടിയിൽ പൂച്ച കിടക്കുന്നത് ശരിക്കും നല്ലതാണോ അതോ ദോഷമാണോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. നെഗറ്റീവ് എനർജിയെ തടയുന്ന കാവലാൾ. മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത പലതരം സൂക്ഷ്മമായ ഊർജ്ജങ്ങളെയും തിരിച്ചറിയാൻ മൃഗങ്ങൾക്ക് സാധിക്കും. ഇതിൽ പൂച്ചകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചുറ്റുപാടുമുള്ള നെഗറ്റീവ് എനർജിയെയും ദുർശക്തികളെയും വലിച്ചെടുക്കാനും അവയെ നിർവീര്യമാക്കാനും പൂച്ചകൾക്ക് കഴിയും. അതിനാൽ വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിൽ പൂച്ച കിടക്കുന്നത് വീടിനുള്ളിലേക്ക് നെഗറ്റീവ് എനർജി കടക്കാതെ ഒരു കാവലായി നിൽക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നാം കാണേണ്ടത്. രാഹു കേതു ദോഷങ്ങളും കർമ്മഫലവും. ജ്യോതിഷപ്രകാരം പൂച്ചകളെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കാറുള്ളത്. വീടിൻ്റെ പടിവാതിലിൽ പൂച്ച സ്ഥിരമായി വന്ന് കിടക്കുന്നത് ചിലപ്പോൾ രാഹു കേതു ദോഷങ്ങളുടെ ഒരു സൂചനയുമാകാം. എന്നാൽ അവയെ ഒരിക്കലും വടിയെടുത്ത് അടിച്ചോടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് വലിയ ദോഷങ്ങൾക്ക് കാരണമാകും. പകരം അവയ്ക്ക് അല്പം ഭക്ഷണമോ പാലോ നൽകുന്നത് വഴി ഈ ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാനും നമ്മുടെ കർമ്മദോഷങ്ങൾ അകന്ന് പുണ്യം ലഭിക്കാനും സഹായിക്കും. പൂച്ചകളുടെ നിറവും ഫലങ്ങളും. പൂച്ചകളുടെ നിറത്തിനനുസരിച്ചും ഫലങ്ങളിൽ വ്യത്യാസമുണ്ട്. സ്വർണ്ണ നിറമുള്ള പൂച്ച. നിങ്ങളുടെ വീട്ടിൽ സ്വർണ്ണ നിറമുള്ളതോ മഞ്ഞ കലർന്നതോ ആയ പൂച്ച വന്ന് കിടക്കുന്നത് സാക്ഷാൽ ലക്ഷ്മി കടാക്ഷത്തെയും സാമ്പത്തിക വർധനവിനെയും സൂചിപ്പിക്കുന്നു. വെളുത്ത പൂച്ച. വെളുത്ത പൂച്ചകൾ വീട്ടിൽ വരുന്നത് കുടുംബത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. കറുത്ത പൂച്ച. കറുത്ത പൂച്ചകളെ പലർക്കും ഭയമാണെങ്കിലും വീടിനും കുടുംബാംഗങ്ങൾക്കും മേലുള്ള കടുത്ത ദൃഷ്ടിദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും ഇല്ലാതാക്കാൻ കറുത്ത പൂച്ചകൾക്ക് സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുന്നറിയിപ്പുകളും. പൂച്ചകൾ ശാന്തമായി കിടക്കുന്നത് നല്ലതാണെങ്കിലും അവ വാതിലിന് മുന്നിലിരുന്ന് തുടർച്ചയായി ദയനീയമായി കരയുകയോ അല്ലെങ്കിൽ പരസ്പരം ക്രൂരമായി വഴക്കിടുകയോ ചെയ്യുന്നത് വരാനിരിക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളുടെയോ രോഗങ്ങളുടെയോ അല്ലെങ്കിൽ ധനനഷ്ടത്തിൻ്റെയോ മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് ഇത്തരത്തിൽ കണ്ടാൽ വീടും പരിസരവും ശുദ്ധിയാക്കി നാമജപങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നത് നല്ലതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പൂച്ചകൾ വീട്ടിൽ വരുന്നതും വാതിൽപ്പടിയിൽ കിടക്കുന്നതും ഭയപ്പെടേണ്ട ഒന്നല്ല. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കാണിക്കുന്ന കരുണ ഈശ്വരപ്രീതിക്ക് തുല്യമാണ്. അവയെ എപ്പോഴും സ്നേഹത്തോടെ പരിപാലിക്കുക. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം കൂടുതൽ ജ്യോതിഷ വാസ്തു അറിവുകൾക്കായി ശിവോഹം ആസ്ട്രോ എന്ന ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. സർവം ശിവമയം.